കോൺഗ്രസ് നേതാവുമായി സംസാരിക്കുന്ന ഓഡിയോ പുറത്തുവിട്ട് മുൻ DCC ട്രഷറർ NM വിജയന്റെ കുടുംബം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി കോട്ടയത്ത് വെച്ച് നടന്ന സംഭാഷണമാണ് പുറത്തുവിട്ടത്. ശാന്തമായി തുക കൊടുക്കാൻ തീരുമാനിക്കേണ്ടതായിരുന്നുവെന്ന് തിരുവഞ്ചൂർ പറയുന്നു. നേതാക്കൾ എടുക്കുന്ന നിലപാടുകളോട് ഒരു യോജിപ്പുമില്ലെന്നും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കണമായിരുന്നുവെന്നും തിരുവഞ്ചൂർ ഓഡിയോയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം NM വിജയന്റെ മരുമകൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. തുടർന്നാണ് കുടുംബം ഓഡിയോ പുറത്തുവിട്ടത്. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി IC ബാലകൃഷ്ണൻ MLA ആണ് ഞാൻ ലാസ്റ്റ് മീഡിയയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധിനെ ഞങ്ങൾ കാണാൻ സമ്മതിക്കാത്ത സമയത്ത് വിട്ടിട്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ അയാളെ പേര് പറഞ്ഞത്. IC ബാലകൃഷ്ണൻ എന്നുള്ള പേര് അന്ന് ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അത്രയും സംസാരിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന വെച്ചാൽ ഞങ്ങൾ അച്ഛനും അനിയനും മരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പടുകുഴിയിൽ വീഴ്ത്തിയിട്ട് ഞാൻ ഈ കോൺഗ്രസിന് പൈസ കണ്ടിട്ടൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ ഈ അധ്വാനിക്കുന്ന പൈസ ഈ കോൺഗ്രസ്സുകാർ തിന്നതിന് പലിശ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതെന്താ ഇവർ കാണിക്കുന്നത്? ഇതൊരു മര്യാദയില്ലേ? എന്നിട്ട് അവർ എഗ്രിമെന്റ് എഴുതിയ സാധനം അവർ നമ്മളറിയാതെ കക്കു തന്നെയത്. ഒന്ന് വിളിച്ച് KPCCയിൽ അവർ കൊണ്ടുപോയിട്ട് അവർ പഠിച്ചോട്ടെ. അത് കീറി മുറിച്ച് പഠിക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ട് അവർ പഠിക്കട്ടെ. എന്നാലും ജസ്റ്റ് ഒരു സാമാന്യ മര്യാദ അല്ലേ? എടുക്കരുതെന്ന് സിദ്ദീഖ് പറഞ്ഞതുകൊണ്ട് സിദ്ദീഖ് പറഞ്ഞ ഒരു കാര്യം നടന്നിട്ടില്ല. പിന്നെ ഇത് മാത്രം എന്തിനാണ് നടത്താൻ ശ്രമിച്ചത്? അന്ന് സാറും പ്രവർത്തക സമിതി ഉണ്ടായിരുന്നല്ലേ? അല്ലെ, ഈ സമിതിയിലുണ്ടായിരുന്ന സമിതിക്കകത്തൊക്കെ വേറെ ആരും ഈ ഫോൺ വിളിച്ചാലും എടുക്കില്ല. നമ്മളെന്തോ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ഒക്കെ they should find out a solution. അത് പറ്റില്ല എന്ന് പറയുന്നതോട് ഞാൻ യോജിക്കുന്നുമില്ല. എന്തെങ്കിലും വീഴ്ച വന്നാൽ ഇവരെ വിളിച്ച ശാന്തമായിട്ട് പ്രശ്നം തീർക്കണ്ടായിരുന്നു. ഇതിപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ തുക അവിടെ തന്നെ പോയി തുകയുടെ ഇതിനെ പറഞ്ഞ് അവിടുന്ന് പോയി ശാന്തമായി ഞാൻ തുക എത്രയാണെന്ന് തീരുമാനിച്ച് കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. ആ തീരുമാനിച്ചതൊക്കെ അത് പറഞ്ഞിട്ട് വാക്കും പറഞ്ഞ് ചിരിച്ചിട്ട് പോയവർക്ക് അതിനൊരു ബാധ്യതയില്ല.